മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ ഉപയോഗം കഴിഞ്ഞ വസ്തു പോലെ തിരസ്കൃതരാകുന്ന അനുഭവം ഇന്ന് വർദ്ധിച്ചു വരുമ്പോൾ ജീവിതത്തിൻ്റെ സായങ്കാലം മക്കളിൽ നിന്ന് സന്തോഷത്തിൻ്റെ അനുഭവം, സ്നേഹത്തിൻ്റെ കരുതൽ ലഭിക്കുന്നത് എത്രയോ അനുഗ്രഹപ്രദമാണ്. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിൽ ദൈവത്തെ പോലെ മാതാപിതാക്കളെ കണ്ട് പരിചരിക്കുന്ന ഒരു നല്ല കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുറുമ്പനാടം സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇടവകയിൽപ്പെട്ട ഓവേലിൽ കുടുംബമാണ്. ചാക്കോസാർ 99 വയസ്സുള്ള ചാക്കോസാറും 5 വർഷങ്ങൾക്ക് മുമ്പ് ജീവിത പങ്കാളിയായ ഏലിയാമ്മ ടീച്ചർ വിട പറയുകയും ചെയ്ത കുടുംബമാണ്. അധ്യാപക മാതാപിതാക്കളായതുകൊണ്ടല്ല, നല്ല ബോധ്യങ്ങൾ കൊടുത്ത് ദൈവം നൽകിയ 6 മക്കളെയും വിശ്വാസ ജീവിതത്തിലും സ്നേഹത്തിൻ്റെ ജീവിതത്തിലും കരുണയുടെ അനുഭവത്തിലും മക്കളെ വളർത്തി കൂട്ടിയിണക്കുന്ന കണ്ണിയായി മാതാപിതാക്കൾ പ്രശോഭിച്ച കുടുംബം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന 99 വയസ്സുള്ള ആ പിതാവ് ഇന്ന് സന്തോഷം അനുഭവിക്കുകയാണ്. ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കോട്ടയം കുറുമ്പനാടം ഓവേലിൽ കുര്യൻ ചാക്കോ എന്ന വല്യപ്പച്ചൻ്റെയും അലിയമ്മ ചാക്കോ എന്ന വല്യമ്മച്ചിയുടെയും വീട്. കുറുമ്പനാടം സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയമാണ് ഇവരുടെ ഇടവക പള്ളി. മെയ് 16 കുര്യൻ ചാക്കോ എന്ന ഈ വല്യപ്പച്ചന് 100 വയസ്സ് തികയും. 99ന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഏവർക്കും മാതൃകയും പ്രചോദനവുമാണ് ഈ വല്യപ്പച്ചൻ. മെയ് 22 പ്രിയ പത്നി അലിയമ്മ ചാക്കോ നിത്യസൗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടു. ഏകദേശം 30 വർഷത്തോളം വല്യപ്പച്ചൻ സമീപ ദേവാലയമായ മനില ഹോളി ഫാമിലി ദേവാലയത്തിൻ്റെ സെന്റ് വിൻസെന്റ് പോൾ സംഘടനയുടെ പ്രസിഡന്റായി സേവനം ചെയ്തു. കണക്ക്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ അധ്യാപകൻ എന്ന നിലയിലായിരുന്നു ഔദ്യോഗിക ജീവിതം. നമ്മുടെ മുമ്പിൽ ഒരു നല്ല പിതാവ് ഇരിപ്പുണ്ട്. 99 വയസ്സിന്റെ നിറവിലാണ്. അധ്യാപക വൃത്തിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തുള്ള, ഒത്തിരി അനുഭവമുള്ള, നല്ല കുടുംബ ജീവിതം നയിച്ച് നല്ല മക്കളെ വളർത്തി ദൈവത്തിന് വേണ്ടി വളർത്തിയ നല്ല പിതാവ്. ആ പിതാവിനോട് ചില വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഇപ്പൊ സുഖമായിട്ട് തോന്നുന്നുണ്ടോ ജീവിതം? അതെന്തുകൊണ്ടാണ്? മക്കളെ അന്വേഷിക്കുന്നത് കൊണ്ടാണ്. മക്കളെല്ലാവരും നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ കൊച്ചു മക്കളാണല്ലോ ഏറ്റവും കൂടുതൽ സാറിനെ സഹായിക്കുന്നതും മുടി വെട്ടുന്നതും അതുപോലെ തന്നെ ഷേവ് ചെയ്യാനും
മുടി ചീകി തരാനും എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരനുഭവം അങ്ങനെയില്ലേ? ഉണ്ട്. ഏറ്റവും കാതലായിട്ടുള്ളൊരു കാര്യം, മക്കളെ വളർത്തൽ എങ്ങനെയുണ്ടോ അതനുസരിച്ചായിരിക്കും മക്കൾ മാതാപിതാക്കളോട് അവർക്ക് പ്രായമാകുമ്പോൾ അവർ ചെയ്യുന്ന പ്രതികരണം. ഈ പിതാവിൻ്റെ വളർത്തലിൻ്റെ രൂപീകരണത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൊച്ചു മക്കളിൽ വരെ എത്തി നിൽക്കുന്നത്. 4 ആൺമക്കളും 2 പെൺമക്കളുമായി 6 മക്കളാണ് കുര്യൻ ചാക്കോ അലിയമ്മ ദമ്പതിമാർക്ക്. ഇളയ മകൻ ഷാജൻ ജേക്കബ് അപ്പച്ചൻ്റെ പാത പിന്തുടർന്ന് കഴിഞ്ഞ 29 വർഷമായി വിൻസെൻ്റ് പോൾ സംഘടനയിൽ നിസ്വാർത്ഥ സേവനം തുടരുന്നു. ഷാജനോടൊപ്പം ജ്യേഷ്ഠന്മാർ 3 പേരും ഇപ്പോഴും സംഘടനയുടെ സജീവ പ്രവർത്തകരാണ്. എൻ്റെ പേര് ലില്ലിക്കുട്ടി. ഞാൻ ഈ കുടുംബത്തിലെ 6 മക്കളിൽ 2ാമത്തെ ആളാണ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് തൊടുപുഴ ചെമ്പരത്തി സണ്ണിയാണ്. ഞങ്ങൾക്കൊരു മോളുണ്ട്. മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ ആനക്കല്ലിങ്ങൽ കുടുംബത്തിലാണ്. മോളും മോളുടെ ഹസ്ബൻഡ് സാൻജോയും അവർ 2 പേരും ദുബായിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഈ കുടുംബത്തെക്കുറിച്ച് പറയാൻ, സത്യത്തിൽ ഈ കുടുംബത്തെ ജനിച്ചു വളർന്നത് എൻ്റെ ഒരു മഹാഭാഗ്യം തന്നെയാണ്. ഇത് സ്വർഗതുല്യമായ ഒരു കുടുംബമായിരുന്നത്. ഇവിടെ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മാതാപിതാക്കൾ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല. ഞങ്ങളെ വളർത്തിയത് അത്രയും ഒരു പ്രാർത്ഥനാ ചൈതന്യത്തിലാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, രാവിലെ ഞങ്ങൾക്ക് ഇവിടെ മാനലപ്പള്ളി ഞങ്ങളുടെ തൊട്ട് മുകളിലാണ്. അവിടെ 5:30 മണി അടിച്ച് കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും എഴുന്നേൽപ്പിക്കും. ആ പ്രഭാത പ്രാർത്ഥന, കർത്താവിൻ്റെ മലാഖ, അതൊക്കെ എല്ലാവരെ കൊണ്ടും ചെല്ലിപ്പിക്കും. അതും മുട്ടുകുത്തി നിർത്തിയേ ചെല്ലിക്കുള്ളൂ. അത്രയും ഞങ്ങളെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. എല്ലാം തികഞ്ഞൊരമ്മയായിരുന്നു. എൻ്റെ റോൾ മോഡലാണ് എൻ്റെ അമ്മ. എന്നെ വളർത്തിയത് എൻ്റെ ഗ്രാൻഡ് മദറും കൂടെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാം എൻ്റെ പഠിത്തത്തിൽ മാത്രമല്ല, കലാപരമായ എല്ലാ കാര്യങ്ങളിലും ഒന്നിലും പുറകോട്ട് നിൽക്കാൻ അമ്മ സമ്മതിച്ചില്ല. അച്ചാച്ചനെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങൾ 94 എറണാകുളത്ത് വീട് വയ്ക്കുന്നു. ആ സമയത്ത് അച്ചാച്ചൻ വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ സൂപ്പർവിഷൻ നടത്തുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, അച്ചാച്ചൻ ഈ വീട് വിട്ട് പുറത്ത് പോകുന്നില്ല. പുറത്ത് പോയി ഒരിടത്തും താമസിക്കുന്ന ആളല്ല. പക്ഷേ ഞങ്ങളുടെ വീട് പണിയാൻ വേണ്ടിയിട്ട് ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ വന്ന് താമസിച്ച് വീടിൻ്റെ പണി സൂപ്പർവൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നത് അച്ചാച്ചനാണ്. അച്ചാച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ഏത് കാര്യത്തിലും സഹായിക്കാൻ മുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മാമ്മയെ പറ്റി പറയുകയാണെങ്കിൽ, അമ്മ വളരെ ഉദാരമതിയാണ്. ഞങ്ങളെല്ലാവരും വളരെ ആദരവോടെ കാണുന്ന 2 വ്യക്തികളാണ് അച്ചാച്ചനും അമ്മാമ്മയും. അച്ചാച്ചനോട് എതിരായിട്ട് ഒരു മറത്തു പറയേണ്ട ഒരു കാര്യവും ഇതുവരെയും വന്നിട്ടില്ല. അച്ചാച്ചൻ പറയുന്നതെല്ലാം അനുസരിക്കുന്നു. അതുപോലെ അനുസരിച്ച് ജീവിക്കുന്ന മക്കളാണ് ഞങ്ങൾ. എൻ്റെ പേര് ജെയിംസ് ഓവേലിൽ. ഈ ഭവനത്തിലെ 6 മക്കളിൽ 3ാമത്തെ വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിത പങ്കാളി മേരിമ്മ. 4 മക്കളാണ്. 4 മക്കളിലെ മൂത്ത മകൾ ഷെറിൻ, 2ാമത്തെ മകൾ UK-ലാണ്, എഞ്ചിനീയറാണ്. 3ാമത്തെ മകൻ ജേക്കബ്, 4ാമത്തെ മകൻ ഫിലിപ്പ്. ഇളയ 2 പേരും പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് എനിക്ക് പറയാനുള്ള എൻ്റെ പേരൻസിനെ പറ്റിയാണ്. പേരൻസ്, എൻ്റെ അച്ചായൻ എനിക്ക് എപ്പോഴും ഒരു റോൾ മോഡൽ തന്നെയാണ്. അച്ചായൻ അധികം സംസാരിക്കത്തില്ല, പക്ഷേ അച്ചായൻ്റെ ഓരോ പ്രവൃത്തിയും അത് കണ്ടാണ് ഞങ്ങൾ ജീവിതത്തിൽ പഠിച്ചു വന്നത്. അച്ചായന് അധ്യാപകനായിരുന്നു. അധ്യാപകൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങളെയൊക്കെയും കണ്ടിരുന്നത്. അധികം സംസാരിക്കത്തില്ലെങ്കിലും എല്ലാ കാര്യത്തിലും അച്ചാച്ചൻ അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അധ്യാപക ജോലി കഴിഞ്ഞ് ഇവിടെ വന്ന് വലിയൊരു കർഷകനും കൂടെയായിരുന്നു. അത്രമാത്രം കൃഷിയെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അമ്മച്ചിയെ പറ്റി പറയാനുള്ളതാണെങ്കിൽ, അമ്മച്ചി മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു അമ്മച്ചിയുടെ. ആ കുടുംബത്തിലുള്ളവരാണെങ്കിലും എപ്പം വന്നാലും, വീട്ടിലെപ്പം വന്നാലും അവരെ വെറും കൈയോടെ വിടുന്ന സ്വഭാവം അമ്മച്ചിക്കില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 34 വർഷമായി. ആദ്യമായിട്ട് ഒരു പുതിയ വീട്ടിലോട്ട് പോകുമ്പം നമുക്ക് കല്യാണം കഴിച്ച് പോകുമ്പോൾ ഒത്തിരി പേടിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കും അതുപോലെ പേടിയുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം എല്ലാവരുടെയും ആ ഇടപെടലും സ്നേഹവും കൊണ്ട് എനിക്ക് ആ പേടിയെല്ലാം പോയി. എല്ലാവരും ഒരു നല്ല സഹോദരിയെ പോലെയും അമ്മച്ചിയും അപ്പച്ചനാണേലും സ്വന്തം മോളെ പോലെയാണ് കരുതിയിരുന്നത്. ഇവിടെ ഭക്ഷണം കഴിക്കാനാണെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ സഹായത്തിന് ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മയും ഞങ്ങളുടെ കൂടെ ഇരുന്നാണ്
ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്രാർത്ഥന ജീവിതമാണേലും കറക്റ്റ് 8 മണിയാകുമ്പോൾ കുരിശ് വരയ്ക്കും. അച്ചാച്ചനും അമ്മച്ചിയും കസേരയിലിരിക്കും, ഞങ്ങൾ പായിട്ട് എല്ലാവരും നിലത്തിരിക്കും. കുരിശ് വര കഴിഞ്ഞ് എല്ലാവരും സ്തുതി കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എൻ്റെ പേര് ജോസ്ഫുട്ടി ജേക്കബ്. എൻ്റെ വൈഫ് ഷൈനി പോൾ. മന്നാനം പെരുമാരി കുടുംബാംഗമാണ്. മൂത്ത മകൻ അവൻ എയർഫോഴ്സിൽ സ്ക്വാഡ് ലീഡറാണ്. അവനിവിടെ സ്ഥലത്ത് വന്നിട്ടില്ല. അവൻ്റെ വൈഫ് അന്ന സ്റ്റാനി. അവർക്ക് 2 കൊച്ചുമക്കളാണുള്ളത്, എമ്മ, ഇത് ജോ. ഇളയ മകൻ പോൾ ജെ ഓവേലിൽ. അവന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സാകാൻ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുകയാണ്. ഫാദറും മദറും ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ മക്കളെന്ന നിലയിലുള്ള രീതിയിലേക്കാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. തീർച്ചയായിട്ടും നല്ല സ്നേഹത്തിലാണ് ഞങ്ങളെല്ലാവരും വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു മകൻ അധ്യാപകൃത്തിക്ക് പോകണമെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ദൈവദീനം കൊണ്ട് ഈ ടീച്ചിങ് പ്രൊഫഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനിയും പേരൻസിനെ അന്വേഷിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ അടുത്തേക്ക് താമസിക്കുന്നുവെങ്കിലും ഇളയ അനിയനും അവൻ്റെ മക്കളുമാണ് ഫാദറിനെ മദറിനെയൊക്കെ കൂടുതലായിട്ട് അന്വേഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 80% അപ്പൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അനിയൻ്റെ മോനാണ്, കുഞ്ചാക്കോയാണ്. പിന്നെ പെങ്ങളുടെ മോൻ ലിജോ മോനും അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെല്ലാ മക്കളും ഇവിടെ അപ്പൻ്റെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പം അത് വലിയ സന്തോഷവുമാണ്. അതുപോലെ തന്നെ അപ്പൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ ഒരു പരാതി ആരോടും ഒന്നും പറയത്തില്ല. ഏത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതെന്ന് മാത്രമേ പറയത്തുള്ളൂ. ആരുടെ കുറ്റം പറയത്തുമില്ല, കുറ്റം കേൾക്കുകയും വേണ്ട. അതാണ് അപ്പൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 33 കൊല്ലമാവുന്നു. ഞാൻ ശരിക്കും 2 പേരുള്ള ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ 6 പേരുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമേ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തത് എങ്ങനെ മാനേജ് ചെയ്യും, അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 33 കൊല്ലമായിട്ടും എൻ്റെ മനസ്സിലിപ്പോൾ ഓർത്തിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് പങ്കുവെക്കുവാണ്. അന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്, ഇവിടെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അച്ചാച്ചനും അമ്മാമ്മയും, ഞങ്ങൾ അമ്മാമ്മയെന്ന് വിളിക്കുന്ന അമ്മാമ്മയും ആ കട്ടിലേ ഇരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ അകത്തുനിന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു പ്രാർത്ഥന, അതൊരു പാട്ടാണ്. അതായത് പുലരിയിൽ നിദ്ര ഉണർന്നെങ്ങിയ പാവന സന്നിധി അണയുന്നു, കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞ് നമിക്കുന്നു. ആ പാട്ട്, ആ പാട്ടിൻ്റെ ആ ഒരു ഊർജ്ജം, അതിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ വരികൾ ഞാൻ മൊത്തം ഇത് സമയപരിധി കൊണ്ട് പറയുന്നില്ല. ആ പാട്ടിൽ നിന്ന് കിട്ടിയ ആ ഊർജ്ജമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ അച്ഛനും അമ്മാമ്മയും കൃത്യമായിട്ട് അവരുടെ ഒരു ദിവസത്തിൽ പാലിച്ചു കൊണ്ടുപോകുന്ന എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. അതേപോലെ തന്നെ മറ്റ് വ്യക്തികളോടുള്ള കരുതലും ദാനധർമ്മവും ഒക്കെ ഒരു അതിൻ്റെ ബാല്യപാഠം അല്ലെങ്കിൽ അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പഠിച്ചത് ഈ കുടുംബത്തിൽ തന്നെയാണ്. ഞാൻ ഷാജൻ, ഈ കുടുംബത്തെ ഇളയാളാണ്, അപ്പൻ്റെയും അമ്മയുടെയും. എൻ്റെ ഭാര്യ റിൻസി ഷാജൻ, മോന് കുഞ്ചാക്കോ, സോന, മരിയ. ഞങ്ങൾ 5 പേരാണ്. മരുമോനുണ്ട്, വരാൻ പറ്റിയില്ല, സെബാസ്റ്റ്യൻ. അപ്പനെ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ എവിടെയും പോകാവൂ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥന കൃത്യമായിരുന്നു. അങ്ങനെ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടിയാണ് ഞങ്ങളെ വളർത്തുന്നത്. അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ടീച്ചറായിരിക്കുമ്പോഴും പല ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അതിൽ നിന്നൊക്കെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി തീവ്രതയോടുകൂടി കഷ്ടപ്പെട്ട് ഞങ്ങളെ ഒത്തിരി വളർത്തി. അതുപോലെ തന്നെ അപ്പനാണെങ്കിലും കൃഷിയും പഠിപ്പീരും സ്കൂളിൽ പോക്കും എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഈ 6 മക്കളെ വളർത്തുവാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു പ്രതിഫലം എന്ന രീതിയിലാണ് എനിക്കും എൻ്റെ ഭാര്യ റിൻസി. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, എൻ്റെ അപ്പനെയും അമ്മയും ഇത്രയും നല്ല രീതിയിൽ നോക്കാൻ സാധിച്ചതിൽ. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 27 വർഷം കഴിഞ്ഞു. ഇവിടെ എൻ്റെ അച്ചായനാണേലും അമ്മയാണേലും സ്വന്തം മകൾ എന്ന രീതിയിലാണ് എന്നെ കണ്ടിട്ടുള്ളത്. പിന്നെ അമ്മ മരിക്കുന്ന കൊറോണ സമയത്താണ്. പക്ഷെ മരിക്കുന്നോടം വരെ ഒരു ദിവസം മൊത്തം ഒരു 3-4 കൊന്തയെങ്കിലും അമ്മ അത് തീർത്തിരിക്കും.
അപ്പം ഇടയ്ക്ക് ഞാനൊന്ന് പഠിക്കാൻ പോയപ്പോഴും ഞാൻ പഠിക്കാൻ ഇവിടെ പരീക്ഷയ്ക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പം തൊട്ട് തിരിച്ചു വരുന്നോടെ വരെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എനിക്ക് ആ സമയത്തൊക്കെ ഫുള്ള് എല്ലാത്തിനും നല്ല മാർക്കോടെ ഞാൻ പാസ്സായി വരികയും ചെയ്തു. അങ്ങനെ നല്ലൊരു അനുഭവമാണ്. ഇവിടെ എൻ്റെ ഹസ്ബൻഡാണേലും എല്ലാവരും അച്ചായനും ഇപ്പോഴും യാതൊരു പരാതിയില്ല. എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അത് കഴിക്കുകയും ചെയ്യും. ഒരു പരാതിയും കൂടാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. അതിനെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ അച്ചാച്ചനെ അമ്മച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ അമ്മച്ചി മരിച്ചു പോയിട്ട് ഇപ്പോൾ 4 വർഷമായി. അച്ചാച്ചൻ ഇപ്പം 100ാമത്തെ വയസ്സിലൂടെ അടുക്കുക. അപ്പം ഇവരുടെ ആ ഒരു മാതൃകാ ജീവിതം ഇന്നും ഞങ്ങൾക്കും കൊച്ചുമക്കൾക്കും വലിയ പ്രചോദനമായി മാറിയിരിക്കുകയാണ്. അപ്പം അച്ചാച്ചനെ അമ്മച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അവരുടെ പ്രാർത്ഥനാ ജീവിതമാണ്. അച്ചാച്ചനും അമ്മച്ചിയും കൊണ്ട് രാവിലെ എണീറ്റിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ വൈകുന്നേരങ്ങളിൽ കൃത്യമായിട്ട് കുടുംബ പ്രാർത്ഥന നടത്തുന്നത്, അതിൽ ലീഡ് ചെയ്തിരുന്നത് അച്ചാച്ചനായിരുന്നു. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുപോലെ ഫ്രീ ടൈമുകളിലൊക്കെ അച്ചാച്ചൻ TV-യിൽ വചനപ്രഘോഷണങ്ങൾ കേൾക്കും, അല്ലെങ്കിൽ ബൈബിൾ വായിക്കും. അതൊക്കെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നല്ല ഒരു മാതൃകയാണ് അച്ചാച്ചൻ കാണിച്ചു തന്നിരിക്കുന്നത്. അതുപോലെ രാവിലെയുള്ള പാട്ടുപാടിയുള്ള പ്രാർത്ഥന കൃത്യമായ ഉള്ള സമയത്ത് നടത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആഹാരവും കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ കഴിക്കും. അധ്യാപന വൃത്തിയോടൊപ്പം തന്നെ അദ്ദേഹം വലിയൊരു കൃഷിക്കാരൻ. ആ കൃഷിയുടെ ചില ഗുണപാഠങ്ങളൊക്കെ ഇന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അധ്യാപക വൃത്തിയോടൊപ്പം സംഘടനയുടെ കാര്യങ്ങളിലും പ്രാർത്ഥനയിലും മക്കളുടെ പരിശീലനത്തിലും കൃഷി കാര്യങ്ങളിലും എല്ലാം വല്യപ്പച്ചൻ അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നു. സുന്ദര സ്വഭാവമുള്ള ഒരു വീട്ടമ്മയായി അലിയമ്മ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തോടൊപ്പം നിന്നു. മക്കൾക്ക് നല്ല മാതാവും കൊച്ചുമക്കൾക്ക് നല്ല വല്യമ്മച്ചിയും ആയിരുന്നു അവർ. അതുകൊണ്ടാണ് കുടുംബത്തിൽ ഒത്തുകൂടുമ്പോൾ കൊച്ചുമക്കൾ ഇവരെക്കുറിച്ചോർത്ത് വാചാലരാകുന്നത്. ജീവിതം പോരാ. എൻ്റെ പേര് ലിജോ. അച്ചാച്ചൻ്റെ അമ്മച്ചിയുടെയും മൂത്ത മോളുടെ മോനാണ്. മൂത്ത മോള് ലിസമ്മ അമ്മ മരിച്ചു പോയിരുന്നു 21 വർഷമായിപ്പം. പിന്നെ എൻ്റെ ഫാദർ ഇന്നിവിടെ എത്തിയിട്ടില്ല. ഞാൻ ഇപ്പം ബാങ്കിൽ വർക്ക് ചെയ്യുവാണ്, ബാങ്ക് എംപ്ലോയി ആയിട്ട്. അമ്മയുടെ കാലശേഷം അച്ചാച്ചനും അമ്മച്ചിയുമാണ് എന്നെ പഠിപ്പിച്ചതും കാര്യങ്ങളും എല്ലാം നോക്കിയിരുന്നത്. അപ്പം എൻ്റെ സ്കൂൾ മാറിയ സമയത്താണേലും അമ്മച്ചിയാണ് എന്നെ കൊണ്ട് പുതിയ സ്കൂളിൽ ചേർത്തതും എല്ലാം. പിന്നെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്താണേലും അമ്മച്ചി എൻ്റെ പഠിത്ത കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ചെറിയ പോക്കറ്റ് മണി കാര്യങ്ങളൊക്കെ തരുന്നതാണേലും അമ്മച്ചിയായിരുന്നു എല്ലാം. പിന്നെ അവരുടെ കാര്യങ്ങളും ഞാനും അതുപോലെ തന്നെ അമ്മച്ചിയുടെ കാലശേഷവും അച്ചാച്ചനോടുള്ള സമയത്തും അച്ചാച്ചൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടും ഞാനും കൂടെ വന്ന് കിടന്നിട്ടുണ്ട് അച്ചാച്ചൻ്റെ കൂടെ. അച്ചാച്ചൻ്റെ ബാക്കി കാര്യങ്ങൾ കുളിപ്പിക്കാനാണേലും ഹോസ്പിറ്റലിൽ പോകാനാണേലും ഞങ്ങൾ കൂടെ പോകാറുണ്ട്. എൻ്റെ പേര് മറിയ. കുട്ടിക്കാലം എന്ന് പറയുമ്പോഴേ ഈ വീടും അച്ചാച്ചനും അമ്മച്ചി ഞങ്ങളെല്ലാവരും ഓർമ്മ വരുന്നത്. ഞാൻ ഏറ്റവും ഇളയ ആളാണ്, അതുകൊണ്ട് എല്ലാവരും ഭയങ്കര കൊഞ്ചിച്ചാണ് വളർത്തിയത്. അപ്പോൾ അച്ചാച്ചൻ്റെ പണ്ടത്തേന്ന് പറയുമ്പോൾ അച്ചാച്ചനൂടെ ഷീറ്റ് എടുക്കാൻ പോകുന്നത്, അത് ചെയ്യാൻ പോകുന്നത് എല്ലാം ഓർമ്മ വരുന്നത്. പിന്നെ അമ്മച്ചി എന്ന് പറയുമ്പോൾ അമ്മച്ചിയായിട്ട് സ്ഥിരം അടി ഉണ്ടാക്കുമായിരുന്നു. ഞാനും അമ്മച്ചി എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അമ്മച്ചി വിളിച്ചിട്ട് പറയും, നിനക്ക് വിഷമമൊന്നും ആയില്ലല്ലോ അല്ലേ, സോറി എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞില്ല അമ്മച്ചിക്കൊന്നും ആയില്ലല്ലോ എന്ന് പറയും. അങ്ങനെയായിരുന്നു പണ്ട് തൊട്ട് അച്ചാച്ചനും അമ്മച്ചിയുടെയും കൂടെ. അച്ചാച്ചനോട് എപ്പോഴും അത് ചെയ്യാൻ ഇത് ചെയ്യാൻ എല്ലാ അച്ചാച്ചൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അമ്മച്ചിക്കപ്പം ഇച്ചിരി അസൂയ തോന്നും, അമ്മച്ചിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ അമ്മച്ചി എന്തെങ്കിലുമൊക്കെ ഒരു അടി ഉണ്ടാക്കും. പിന്നെ അച്ചാച്ചന് വാരി കൊടുക്കും നമ്മൾ. അപ്പോൾ വാരി കൊടുക്കാൻ നേരം ഇങ്ങനെ നമ്മൾ ചുമ്മാ അമ്മച്ചീനെ ഒരു ഇച്ചിരി ഇതാക്കാൻ വേണ്ടി പറയാം, അച്ചാച്ച കഴിക്കുക അത് കേൾക്കുമ്പോൾ അമ്മച്ചിക്ക് ഇതാവും. അപ്പോൾ അമ്മച്ചി പറയും എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ചൊറി. അപ്പോഴത്തേക്ക് പിന്നെ ഞാനും അമ്മച്ചി അടിയാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ശരിയാവും. അങ്ങനെയായിരുന്നു. മൊത്തത്തിൽ നല്ലതായിരുന്നു. എൻ്റെ പേര് അന്ന സ്റ്റാനി. ഞാൻ അച്ചാച്ചൻ്റെ മൂത്ത കൊച്ചുമോൻ ജേക്കബിൻ്റെ വൈഫാണ്. ഞാൻ ഈ കുടുംബത്തിലോട്ട് കല്യാണം കഴിച്ച് വന്നിട്ട് ഇപ്പം 5 വർഷമായി. അച്ചാച്ചനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കൊന്ന് അച്ചാച്ചൻ കുറേ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ കൊച്ചുമക്കൾക്ക് വലിയൊരു പാഠമാണ്. എനിക്ക് തോന്നുന്നു അച്ചാച്ചനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് മറ്റുള്ളവരെ സഹായിക്കുക, അച്ചാച്ചൻ്റെ ഒരു സത്യസന്ധത. എനിക്കൊന്ന് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം നല്ലൊരു വിദ്യാഭ്യാസം വേണം, നല്ലൊരു മനുഷ്യരായിരിക്കണം എന്നാണ് എനിക്കൊന്ന് അച്ചാച്ചൻ്റെ ഒരു വലിയ ആഗ്രഹമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞങ്ങളെല്ലാം നന്നായിട്ട് നിറവേറ്റാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. എൻ്റെ പേര് പോള്. ഇവിടെ വീട്ടിൽ നിന്ന് അപ്പൂന്ന് വിളിക്കും. ഞാൻ അച്ചാച്ചൻ്റെ മോനായ ജോസഫ് കുട്ടിയുടെ ഇളയ മോനാണ്.
ശരിക്കും പറഞ്ഞാൽ 90 വയസ്സ് വരെയും അച്ചാച്ചൻ പറമ്പിൽ പണിയുക, ഞങ്ങൾ കൊച്ചുമക്കളും മക്കളും നമ്മൾ നിർബന്ധിക്കുന്നതുകൊണ്ടാണ് അച്ഛൻ വീട്ടിൽ ഇരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ 90 വയസ്സ് വരെയും എൻ്റെ ഓർമ്മയിൽ അച്ഛൻ ഈ പശുവിനെ കറക്കാനും പറമ്പിലെ കാര്യങ്ങൾക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു ഇൻസ്പിറേഷനാണ് തോന്നുന്നത്. അത് എടുത്തു പറയാൻ കാരണം കൊറോണ സമയത്ത് ഞങ്ങൾക്കെല്ലാം കൊറോണ വന്നപ്പോഴും നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്. അച്ഛന് കൊറോണ വന്നതും പോയതും അച്ഛൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഞങ്ങളൊരു പ്രിക്കോഷനായിട്ട് മാത്രമാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടത്. അതല്ലാതെ ആരോഗ്യത്തിൽ അച്ഛന് ഒരു ബുദ്ധിമുട്ടും കൊറോണ വന്നു പോകാനുണ്ടായിട്ടില്ല. അതാണ് ഇതൊക്കെയാണ് തീർച്ചയായും മെയിനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും എപ്പോഴും ഇത്രയും പ്രായം വരെ നമ്മളെന്തായാലും ഇത്രയും പ്രായം കാണത്തു പോലുമില്ല. പക്ഷേ എങ്കിൽ ഇതൊക്കെ നമുക്കൊരു വളരെ ഇൻസ്പിറേഷനായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു ജീവിതം തന്നെയാണ്. എൻ്റെ പേര് ഫിലിപ്പ്. ഞാൻ അച്ചാച്ചൻ്റെ മൂത്ത മോനായ ജെയിംസ് കുട്ടിയുടെ ഇളയ മോനാണ്. ചെറുപ്പത്തിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയധികം ഞാൻ ഇവിടെ നാട്ടിലായിരുന്നു, ഞാൻ കൂടുതൽ വെളിയിലായിരുന്നു. പക്ഷേ എന്ത് തന്നെ ആയാലും കുറച്ച് നാൾ നാട്ടിലുണ്ടായിരുന്നു. നാട്ടിലുള്ള സമയത്ത് അച്ചാച്ചനുമായിട്ട് നല്ല ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. കാരണം ചെറുപ്പത്തിലെ പശുവിനെ കറക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ ഉള്ള സമയത്ത് അച്ചാച്ചൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം കുറേ അധികം അച്ചാച്ചനുമായിട്ട് അങ്ങനത്തെ കുറേ ആത്മബന്ധമായിട്ട് ഉള്ള ഇതുണ്ട്. അത് ആ സമയങ്ങളിൽ അമ്മച്ചിയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ മനുഷ്യത്വം എന്ന രീതിയിൽ നോക്കുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് കുറേ പഠിക്കാനുണ്ട്. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക, ഇല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൂടുതലും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഉള്ളത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക, ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കൊടുക്കുക. അത് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെറുതാണെങ്കിൽ പോലും അത് വേറൊരു വ്യക്തികൾക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അമ്മച്ചാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. കുറുമ്പനാടം സെന്റ് ആന്റണീസ് ഫൊറോന ഇടവക വികാരി ഫാദർ ജോബി കറുകപ്പറമ്പിൽ. അച്ഛൻ ഒരു നല്ല ഇടയൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളുമുള്ള ഒരു നല്ല വൈദികൻ. ആടുകളുടെ ഒപ്പം നിൽക്കുന്നവൻ, തലക്കനമില്ലാത്തവൻ, വിനയമുള്ള, നല്ല പെരുമാറ്റമുള്ള, എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം കിട്ടിയ ഒരു നല്ല ഇടയൻ. ആ അച്ഛൻ ഈ ഓവേലി കുടുംബത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ ഇടവകയുടെ ആരംഭകാലം മുതൽ തന്നെ ഇടവകയുടെ സജീവ ഭാഗമായിരുന്ന ഈ കുടുംബത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവരെന്ന നിലയിൽ പ്രത്യേകമായിട്ട് ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നയാളാണ് പ്രിയങ്കരനായ ചാക്കോ സാർ. ഓവേലിൽ പ്രിയപ്പെട്ട ചാക്കോ സാറിൻ്റെ മക്കളും കൊച്ചുമക്കളും അടങ്ങിയ കുടുംബം സാറിനെ ഏറ്റവും കരുതലോടുകൂടി പരിപാലിക്കുകയും പരിചരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് നമ്മൾ വളരെ അധികം സ്നേഹത്തോടുകൂടി കാണുന്ന ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ ഇവരുടെ ഈ ഒരു പരിചരണവും കൂട്ടായ്മയും സ്നേഹവും മക്കൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളും പ്രിയപ്പെട്ട അപ്പനോട് സാറിനോട് കാണിക്കുന്ന അതിയായ വാത്സല്യവും സ്നേഹവുമൊക്കെ ഈ കുടുംബത്തിൻ്റെ നന്മകളുടെ ഒരു പ്രകാശനമാണ്. ഈ അവസരത്തിൽ ഈ നന്മകളെ നമുക്കൊരു നിമിഷം ഓർക്കുവാനായിട്ടും അതിനെ അംഗീകരിക്കുവാനായിട്ടും ആദരിക്കുവാനായിട്ടും സാധിക്കുന്നു എന്നുള്ളത് ഈ കുടുംബത്തിൻ്റെ നന്മകളെ, ഈ മക്കളുടെ നന്മകളെ നമ്മൾ ആദരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഈ ഇടവക ഈ ഒരു കുടുംബത്തെ ഓർത്ത് അഭിമാനിക്കുകയും അതിലേറെ ഈ ഇടവകയ്ക്ക് ഈ കുടുംബത്തിലൂടെ ലഭിക്കുന്ന മക്കളിലൂടെയൊക്കെ ലഭിക്കുന്ന നന്മകളെ ഏറെ സ്നേഹത്തോടുകൂടി അനുസ്മരിക്കുകയും ചെയ്യുന്നു. മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം ക്രിസ്തുമസ്, ഈസ്റ്റർ തുടങ്ങി ഏത് ആഘോഷങ്ങൾക്കും ഈ വീട്ടിൽ ഒത്തുകൂടുന്നു. മീട്ടും സംഗീതം മാതാപിതാക്കൾ അനുഗ്രഹം കൊണ്ടുവരുന്ന ഏറ്റവും വലിയ സ്രോതസ്സാണെന്ന് ഈ കുടുംബം അടിയുറച്ച് വിശ്വസിക്കുന്നു. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ലോകത്തിന് ഉത്തമ മാതൃകയാണ് ഈ കുടുംബം. കുടുംബം ഒരു മനോഹര ഗാനം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുതാത്ത രണ്ടുപേർ നമ്മുടെ മാതാപിതാക്കളാണ്. യുവതലമുറ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നല്ല സന്ദേശം താമരശ്ശേരി രൂപതയുടെ മെത്രാൻ അഭിവന്യ റെമീജിയൂസ് ഇഞ്ചനാനിയിൽ പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം.
10 കൽപ്പനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കുക. 10 കൽപ്പനകൾ കൃത്യതയോടുകൂടി പാലിച്ചാൽ മത്തായിയുടെ സുവിശേഷം 5:48 അന്വർത്ഥമാക്കാം. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നമുക്ക് പരിപൂർണതയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ, വിശുദ്ധിയിലേക്ക് എത്തണമെങ്കിൽ 4ാമത്തെ കൽപ്പന നാം കൃത്യതയോടുകൂടി പാലിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന്. ബഹുമാനിക്കുക എന്നാൽ അവരെ സ്നേഹിക്കുക എന്നതാണല്ലോ അതിൻ്റെ അർത്ഥം. നമ്മുടെ ഏറ്റവും വലിയ കടമകളിൽ ഒന്നാണ് അതൊരു കൽപ്പനയായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. അത് നിസ്സാരമായിട്ട് ഈ കൽപ്പനകളിൽ ഒന്നുപോലും ലംഘിക്കരുതെന്ന് എത്രയോ കൃത്യതയോടുകൂടി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കണമെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ഈ കൽപ്പന കൃത്യതയോടുകൂടി പാലിക്കാൻ പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധരാകാൻ ഈശോ പറഞ്ഞ വഴിയെ സഞ്ചരിക്കാൻ സാധിക്കും. മാതാപിതാക്കൾക്ക് അവരെ ശുശ്രൂഷിക്കുക, അവരെ ചേർത്ത് നിർത്തുക, ആവശ്യമായ പരിചരണം അവർക്ക് നൽകുക. നമുക്ക് ആ കൽപ്പന കൃത്യതയോടുകൂടി പാലിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയിൽ എത്തിച്ചേരാൻ സാധിക്കും. സങ്കീർത്തനം 133. സഹോദരന്മാർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്ന ഇടം എത്ര സന്തോഷപ്രദവും അനുഗ്രഹദായകവുമാണ്. അവിടെയാണ് കർത്താവ് തൻ്റെ അനന്തമായ ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നത്. ദൈവ സാന്നിധ്യമുള്ള, ദൈവം വസിക്കുന്ന ഒരു അനുഗ്രഹീത കുടുംബത്തിലാണ് നാം ഇപ്പോൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഓവേലിൽ കുടുംബം സ്നേഹത്തിൻ്റെ, കരുണയുടെ, കരുതലിൻ്റെ, വിലമതിക്കലിൻ്റെ, മനസ്സിലാകുന്നതിൻ്റെ പരിശീലന കളരി. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഈ ചാക്കോ സാറും ചാക്കോ സാറിൻ്റെ ജീവിത പങ്കാളി ഏലിയാമ്മ ടീച്ചറും 5 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയെങ്കിലും ഇപ്പോഴും ജ്വലിക്കുന്ന പ്രകാശമായി ആ അമ്മയും ജീവിച്ചിരിക്കുന്ന ഈ പിതാവും മക്കൾക്കും കൊച്ചുമക്കൾക്കും വലിയ പ്രചോദനമായി, റോൾ മോഡലായി ഒപ്പം നിൽക്കുന്ന അനുഗ്രഹീത കുടുംബം. ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കന്മാർ തിരസ്കൃതരാകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ കുഞ്ഞുനാൾ തൊട്ട് മക്കൾക്ക് കൊടുക്കേണ്ട ബോധ്യവും കരുണയും സ്നേഹവും വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും കൊടുക്കാത്തതിൻ്റെയാണ്. ഇതെല്ലാം കൊടുത്ത് പാറമേൽ ഭവനം പണിത അടിത്തറ ഭദ്രമായ ഓവേലിൽ കുടുംബത്തിൻ്റെ നല്ല പിതാവിനും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു നല്ല കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക.